ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കട്ടിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടൊരു ബീഫ് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ബീഫ് സ്റ്റ്യൂ ഒന്നും ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ലല്ലേ. നമുക്ക് പത്തിരിയുടെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂട്ടത്തിലൊക്കെ ഒരു പിടി പിടിച്ച അടിപൊളിയായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. കൂടുതൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടുള്ള ബീഫാണ് കേട്ടോ. നമ്മൾ സ്റ്റ്യൂലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അവിടുന്ന് അവർ കട്ട് ചെയ്ത് തരും. നെയ്യും എല്ലും ഒക്കെ കൂടിയിട്ടുള്ള ബീഫാണ് എടുക്കേണ്ടത്. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ആദ്യം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ബീഫിലേക്കുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നത്. വേറെ ഒരു സാധനം ചേർക്കുന്നില്ലേ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് വെന്ത് വരാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് ആവശ്യത്തിനുള്ള വേവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 8 വിസിൽ വരുത്തുന്നുണ്ട്. ഈ ബീഫ് സ്റ്റ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വെള്ളപ്പത്തിൻ്റെ കൂട്ടത്തിലും പൊറോട്ടയുടെ കൂട്ടത്തിലും നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിലും എല്ലാത്തിൻ്റെ കൂട്ടത്തിലും ഭയങ്കര കോമ്പിനേഷനല്ലേ. മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ ഈ ബീഫ് സ്റ്റ്യൂ എന്ന് പറയുന്നത്. ബീഫ് മുളകിട്ട് വെക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ഇതാ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഈ നെയ്യും കൂടിയിട്ടുള്ള ഇറച്ചി ആയതുകൊണ്ട് കുറച്ച് ടബ്ബർ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുക്ക് ചെയ്താവുമ്പോൾ അതങ്ങ് മാറിക്കിട്ടും. എന്നിട്ട് ഞാൻ അതിലത്തെ ബീഫ് അങ്ങ് മാറ്റുന്നുണ്ട്. ആ വെള്ളം കണ്ടില്ലേ, ആ വെള്ളവും ബീഫും വേറെ വേറെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് ക്യാരറ്റും ഉണ്ട്. ഉരുളക്കിഴങ്ങ് ഒരു 2 ഉരുളക്കിഴങ്ങും 2 ക്യാരറ്റുമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ബീഫ് വെന്ത ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കതൊന്നൊരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1.5 പിടിയോളം ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചും കൂടെ നന്നാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 2ാം പാലാണ്, 1ാം പാലും ഉണ്ട്. അപ്പം ഞാനിവിടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തത്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉള്ള സമയത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ പാത്രം എടുത്തത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതായത് പെരിഞ്ജീരകം, പട്ട, കറാമ്പൂ, ഏലക്ക, പിന്നെ പട്ടയുടെ ഇല, പിന്നെ ഒരു സവാള നെയ്സാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് ഞാൻ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചി ഉള്ള പേസ്റ്റല്ല ഒന്ന് ഒതുക്കിയെടുക്കുക. അതും ഒരു 3 പച്ചമുളക് കീറിയതും പിന്നെ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ചുവന്നുള്ളി കുറച്ചധികം അരിഞ്ഞു പോയിട്ടുണ്ട്, അതാണ് അങ്ങനെ കിടക്കുന്നത്. അങ്ങനെ അരയരുത് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് നമ്മളൊരു കല്ലിൽ വെച്ച് അങ്ങ് കുത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോഴാണ് കറിക്ക് നല്ല സ്വാദ് ഉണ്ടാവും. മെയിനായിട്ട് ഇതിൽ വരുന്നത് സ്പൈസസ് ഉണ്ടല്ലോ, ഏലക്ക, പട്ട, കറാമ്പൂ, ഇതിൻ്റെയൊക്കെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ആ ചുവന്നുള്ളിയുടെ ടേസ്റ്റൊക്കെ ആണ് ഈ സ്റ്റ്യൂവിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. വേറെ തക്കാളി കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഈ സമയത്ത് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ എടുത്തതിൻ്റെ 2ാം പാൽ ഞാനതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മെയിനായിട്ടൊരു സാധനം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് വൈറ്റ് കസ്കസും കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. അതിന് മുമ്പായിട്ട് കുറച്ച് ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നല്ല കട്ടിയുള്ള 1ാം പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒന്ന് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇതിൽ ഞാൻ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് പണിയൊന്നുമില്ല സ്റ്റ്യൂ ഉണ്ടാക്കാൻ. കുറച്ച് ഗരം മസാല എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ പൊടികളും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. പിന്നെ വീട്ടിൽ വൈറ്റ് കളർ ഓവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആ ഒരു കളർ ചേഞ്ചിന് വേണ്ടി മാത്രം. മുളക് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാൻ നിൽക്കരുത്. ഞാനിപ്പോൾ ആ പേസ്റ്റും കൂടെ ചേർത്തപ്പോൾ നല്ല തിക്നെസ് വരും കറിക്ക് കേട്ടോ. മാത്രമല്ല നല്ലൊരു ടേസ്റ്റുമാണ്. കുറച്ച് കഴിയുമ്പോഴായിരിക്കും ആ തിക്നെസ് ഇങ്ങനെ കൂടി വരിക. നമ്മൾ കറി വെച്ച് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പം ആ ചൂടൊക്കെ പോയി കഴിയുമ്പം ആ തിക്ക് ഇങ്ങനെ കൂടി വരും കേട്ടോ. അപ്പോഴാണ് അടിപൊളി സ്റ്റ്യൂ ആയിട്ട് ഇങ്ങനെ വരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുറച്ച് നേരം തിളയ്ക്കാൻ വേണ്ടി വിടണേ. ആ പേസ്റ്റൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം തിളച്ചതിന് ശേഷം മല്ലിയില മാത്രമാണ് ഞാൻ അരിഞ്ഞിടുന്നത്. കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്, കറിവേപ്പില ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. മല്ലിയില മാത്രം ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റ്യൂ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്